പരിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു രാത്രി യാത്ര, അതാണ് ഇസ്രാ വൽ മിഅ്റാജ്. അൽ ഇസ്ര എന്ന വാക്കിനർത്ഥം രാത്രി യാത്ര എന്നാണ്. അതായത് പരിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിൽ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോയിട്ടുള്ള ഒരു രാത്രി യാത്രയെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയിലേക്ക് പോവുക അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോവുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ പ്രവാചകനെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ ആ ഒരു പ്രക്രിയ, അതാണ് മിഅ്റാജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്ര എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ജെറൂസലേമിൽ നിന്ന് വാനലോകത്തേക്കുള്ള ഒരു യാത്ര. ഇതിൽ ഇസ്ര എന്ന് പറയുന്നത് ഭൂമി തലത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു യാത്രയാണ്. മിഅ്റാജാണ് ഭൂമിയിൽ നിന്ന് വാനലോകത്തേക്ക് ഉയർന്നു പോകുന്ന ആ ഒരു യാത്ര. ഇതിൽ അൽ ഇസ്ര എന്ന പേരിൽ ഖുർആനിലൊരു അധ്യായം തന്നെ ഉണ്ട്, 17-ാമത്തെ സൂറത്ത്. അതിലാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്ത് ഉള്ളത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലാ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത്. ഇസ്രാ വൽ മിഅ്റാജിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായും കിട്ടുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ഇസ്രാ വൽ മിഅ്റാജ്. ഈ കഥ പറഞ്ഞു കൂട്ടുന്ന ആളുകൾ ഈ അറേബ്യയിലൊക്കെ പണ്ട് ഈ കഥകൾ, ചരിത്ര കഥകൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരു സമയത്ത് അവർ താരതമ്യേന വളരെ കൂടുതലായിരുന്നു. അതായത് ഇവർ പോയി ഈ ചരിത്ര കഥകളൊക്കെ പറഞ്ഞിട്ട് പൈസ മേടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഇത്തരക്കാർ അവരുടെ ഭാവന അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പല കഥകളും പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് അറേബ്യയിൽ മാത്രമൊന്നും ആയിരുന്നില്ല, നമ്മുടെ നാട്ടിലും ഇത്തരക്കാരുണ്ടായിരുന്നു. പൈസക്ക് വേണ്ടിയിട്ടും പറയുമ്പോൾ കിട്ടുന്ന സുഖത്തിനു വേണ്ടിയിട്ടുമൊക്കെ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ആളുകൾ. അത്തരത്തിൽ ഒരുപാട് വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇസ്രാ വൽ മിഅ്റാജ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രാ വൽ മിഅ്റാജിൻ്റെ പേരിൽ പ്രാമാണ്യമല്ലാത്ത ഒരുപാട് കഥകൾ പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. പലയിടത്തും നമുക്കിത് കേൾക്കാനും വായിക്കാനും വേണ്ടി സാധിക്കും. ഈ ഇസ്രാ വൽ മിഅ്റാജ് യഥാർത്ഥത്തിൽ എപ്പോൾ സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ചരിത്ര രേഖയൊന്നും ഇല്ല. എന്നിരുന്നാലും ബഹുഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇസ്രാ വൽ മിഅ്റാജ് ഹിജ്റക്ക് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് നടന്നത് എന്നാണ് പറയുന്നത്. ഇബ്നു ഇസ്ഹാഖ് അടക്കമുള്ള ചരിത്രകാരന്മാരുടെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ഹിജ്റ നടക്കുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുൻപ്. ഇത് ഹിജ്റക്ക് 1.5 വർഷം മുമ്പാണെന്നും 2 വർഷം മുൻപാണെന്നും 5 വർഷം വരെ പറയുന്ന രേഖകൾ വരെ ഉണ്ട്. ആയിഷ ബീവി ഖദീജ ബീവിയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഖദീജ ബീവി വഫാത്താകുന്നത് നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുൻപാണ് എന്ന് പറയുന്നുണ്ട്. നമസ്കാരം ഫർളാക്കുന്നതിന് മുൻപാണ് ഖദീജ ബീവിയുടെ വഫാത്ത് സംഭവിക്കുന്നത് എന്നാണ്. ഈ നമസ്കാരം നിർബന്ധമാകുന്നത് ഇസ്രാ വൽ മിഅ്റാജിനോട് കൂടിയാണ്. ആ ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ ഹിജ്റ പുറപ്പെട്ടതിന് ഏതാണ്ട് ഒരു വർഷം മുൻപായിരിക്കണം ഇസ്രാ വൽ മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇത് സംഭവിച്ചത് ഏത് മാസത്തിലാണ് എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര രേഖയൊന്നും ഇല്ല. റബിയുൽ അവ്വലാണെന്ന് പറയുന്നുണ്ട്, റബിയുൽ ആഖിറിലാണെന്ന് പറയുന്നുണ്ട്, ഷവ്വാൽ, റമളാനൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ റജബും പറയുന്നുണ്ട്. റജബ് 27 ആണ് എന്നൊക്കെ ഒരു സംസാരമുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു ചരിത്ര രേഖയൊന്നും ഇല്ല. ഇത് എവിടെ വെച്ച് സംഭവിച്ചു എന്നുള്ളതിലും വ്യത്യസ്തമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ട്. എന്തായാലും പ്രവാചകൻ മക്കയിലുള്ള സമയത്താണ് ഇസ്രാ വൽ മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത്. അത് പ്രവാചകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്നൊരു അഭിപ്രായവും കൂടുതലായും പറയപ്പെടുന്നത് ഇത് ഹറമിൽ വെച്ചിട്ടാണ് എന്ന് തന്നെയാണ്. ഹറമിൽ കാബാലയത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് എന്നാണ് ബഹുഭൂരിഭാഗം വരുന്ന ആലിമീങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാബാലയത്തിൻ്റെ ഹത്തീമിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് കൂടുതലും അംഗീകരിക്കപ്പെടുന്നത്. എന്തായാലും പരിശുദ്ധ പ്രവാചകൻ ഒരു രാത്രി ഹത്തീമിൽ കാബാലയത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയും പ്രവാചകൻ്റെ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളത്തിൽ അല്ലെങ്കിൽ ഈമാനിൽ രണ്ടും പറയുന്നുണ്ട്, സ്വർണ്ണത്തളികയിൽ കൊണ്ടുവരപ്പെട്ട സംസം വെള്ളത്തിൽ പ്രവാചകൻ്റെ ഹൃദയം ശുചീകരിച്ച് തിരിച്ച് സ്ഥാപിക്കുകയാണ്. ഇത് 4-5 വയസ്സുള്ള ഒരു സമയത്തും ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നതായിട്ട് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ പ്രവാചകൻ്റെ ഹൃദയം ശുചീകരിച്ചു. ശേഷം ജിബ്രീൽ ഒരു മൃഗത്തെ കൊണ്ടുവന്നു. അതൊരു കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതും ആയിരുന്നു. വെളുത്ത നിറമായിരുന്നു. അതിനെ ബുറാഖ് എന്നാണ് വിളിച്ചിരുന്നത്. ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്.
അതിൻ്റെ വേഗതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാല് ഇവിടെ വെച്ച് അടുത്ത കാല് വെക്കുന്ന ദൂരം അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ദൂരത്തിലേക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വേഗതയിൽ പോകുന്ന ഒരു മൃഗമായിരുന്നു എന്നാണ്. ഇതിൻ്റെ വേഗതയാണ് പ്രധാനമായും എടുത്ത് പറയുന്നത്. ഇതിന് ചിറകുകൾ ഉള്ളതായിട്ടൊന്നും എവിടെയും പറയുന്നില്ല. പ്രവാചകൻ പറയുന്നത് അതിന് കടിഞ്ഞാൺ ഉണ്ടായിരുന്നു എന്നും അതുപോലെ ഈ സവാരി മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു എന്നുമാണ്. ഇത് തിരുമിതിയിലുള്ളതാണ്. അങ്ങനെ ജിബ്രീൽ അതിൻ്റെ കടിഞ്ഞാണിൽ പിടിച്ചു. പ്രവാചകൻ അതിൻ്റെ പുറത്തേക്ക് കയറി. പ്രവാചകൻ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ഈ പരിചയമില്ലാത്ത സവാരി മൃഗങ്ങളൊക്കെ കാണിക്കുന്നത് മാതിരി ഇത് പെട്ടെന്ന് ഉയർന്ന് ചാടാൻ വേണ്ടി തുടങ്ങി. ജിബ്രീൽ ആ സമയത്ത് അതിൻ്റെ കടിഞ്ഞാൺ വലിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, അടങ്ങി നിൽക്ക്, മര്യാദക്ക് നിൽക്ക്. വല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അനുഗ്രഹീതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സമയം നിൻ്റെ മുകളിലുള്ളത് എന്ന് പറഞ്ഞു. ഇതിലും അനുഗ്രഹീതനായിട്ടുള്ള ഒരു വ്യക്തിയും ഇതേവരെ നിൻ്റെ പുറത്ത് യാത്ര ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു സാധാരണ മൃഗം എന്ന പോലെ തന്നെയാണ് ഇവിടെയൊക്കെ ബുറാക്കിനെ കുറിച്ച് വിവരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ അതിൻ്റെ പുറത്ത് യാത്ര തിരിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദിസിൽ എത്തി. ഈ ഒരു സമയത്ത് ബൈത്തുൽ മുഖദ്ദിസിൽ ഒരു പള്ളിയും കെട്ടിടവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രവാചകൻ പറയുന്നത്, ഞാൻ ബൈത്തുൽ മുഖദ്ദിസിൽ ചെന്നു, അവിടെ മൃഗത്തെ തളച്ചിടുന്ന സ്ഥലത്ത് ബുറാക്കിനെ കെട്ടിയിട്ടു. മുൻപ് പ്രവാചകന്മാർ മൃഗത്തെ തളച്ചിട്ടിരുന്ന അതേ സ്ഥലത്ത് ഞാൻ ബുറാക്കിനെ തളച്ചിട്ടു. അങ്ങനെ റസൂല് പള്ളിയിലേക്ക് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. പറയുന്നത് റസൂല് നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാ പ്രവാചകന്മാരും നിരനിരയായി അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകൻ പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ മറ്റ് പ്രവാചകന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ്. മൂസ നബി അവിടെ നിന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. മൂസ നബി വളരെ ഉയരത്തിലുള്ള അതിശക്തനായിട്ടുള്ള ഇരുണ്ട നിറത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. പിന്നീട് ഈസ നബി നിന്ന് നമസ്കരിക്കുന്നത് കണ്ടു. അദ്ദേഹം വെളുത്ത നിറത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടി നനുനനുത്ത രീതിയിലായിരുന്നു. ഉയരം മൂസയേക്കാൾ കുറവായിരുന്നു. പിന്നീട് ഇബ്രാഹിം നബിയെ കണ്ടു. പ്രവാചകൻ പറയുന്നത് ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു വ്യക്തി അത് പരിശുദ്ധ പ്രവാചകൻ തന്നെ സ്വയം ആയിരുന്നു എന്നാണ്. പിന്നീട് നമസ്കാരത്തിൻ്റെ സമയം ആയപ്പോൾ ഞാൻ ഈ നബിമാർക്കെല്ലാവർക്കും, ഈ പ്രവാചകന്മാർക്കെല്ലാവർക്കും ഇമാമത്ത് നിൽക്കുകയും ചെയ്തു എന്നാണ്. ഇതിനുശേഷം ജിബ്രീൽ 2 പാത്രങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഒന്നിൽ വീഞ്ഞും മറ്റേതിൽ പാലും ആയിരുന്നു. അങ്ങനെ ജിബ്രീൽ പറഞ്ഞു, ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക, നിൻ്റെ സമുദായത്തിന് വേണ്ടിയും ഇതിൽ നിന്ന് ഒരെണ്ണം സ്വീകരിക്കുക, തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ പാല് സ്വീകരിച്ചു, തിരഞ്ഞെടുത്തു. അങ്ങനെ ജിബ്രീൽ, നീ നല്ലതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ പറയുന്നത്, ആ ഒരു സമയത്താണ് വാനലോകത്തിൻ്റെ കവാടം എനിക്കായി തുറക്കപ്പെട്ടത് എന്നാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മിഅറാജാണ്. അൽ ഇസ്ര എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്രയാണ്. ബുറാക്കിൻ്റെ പുറത്ത്, ബുറാക്കിനെ അവിടെ കൊടുന്ന് തളച്ചിട്ടു. പിന്നീട് ബുറാക്കിൻ്റെ പുറത്തല്ല വാനലോകത്തേക്ക് പോകുന്നത്. ബുറാക്കിനെ ഉപയോഗിക്കുന്നത് മക്കയിൽ നിന്ന്, പരിശുദ്ധ ഹറമിൽ നിന്ന് ജെറൂസലേം വരെ വരാൻ വേണ്ടി മാത്രമാണ്. അവിടെ വന്നിട്ട് ജെറൂസലേമിൽ മറ്റ് പ്രവാചകന്മാർ അവരുടെ മൃഗങ്ങളെ തളച്ചിട്ട ആ ഒരു സ്ഥലത്ത് പരിശുദ്ധ പ്രവാചകൻ ബുറാക്കിനെ തളച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടിനി മിഅറാജാണ്. ബൈത്തുൽ മുഖദ്ദിസിൽ വെച്ചിട്ട് പ്രവാചകന് വേണ്ടി വാനലോകങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. ജിബ്രീൽ വാനലോകത്തെ കവാടങ്ങളുടെ കാവൽക്കാരനോട് കവാടങ്ങൾ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ കാവൽക്കാരൻ ചോദിച്ചു, അവിടെ ആരാണ് എന്ന് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, എൻ്റെ കൂടെ മുഹമ്മദ് ഉണ്ട് എന്ന് പറഞ്ഞു. കാവൽക്കാരൻ ചോദിച്ചു, അവന് വരാനുള്ള അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വാനലോകത്തെ കവാടങ്ങൾ എനിക്കായി തുറക്കപ്പെട്ടു. ഓരോ ആകാശത്തേക്കും പ്രവാചകൻ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. ജിബ്രീൽ അനുവാദം ചോദിക്കും, അങ്ങനെ കാവൽക്കാരൻ കവാടം തുറക്കും. ഒരേപോലെ തന്നെ സംഭവിക്കും. ആരാന്ന് ചോദിക്കും, ജിബ്രീലാണെന്ന് പറയും. കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, അവർക്ക് അനുവാദമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കവാടം തുറക്കപ്പെടും. 7 ആകാശങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ 7 ആകാശം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം എന്ന് ചോദിച്ചാൽ അത് എനിക്കും അറിയില്ല. പക്ഷെ അത് ചില ആളുകൾ പറയുന്ന പോലെ ഈ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും തെർമോസ്ഫിയറും ഒന്നും എന്തായാലും അല്ല.
അങ്ങനെ എന്തായാലും പ്രവാചകൻ ഒന്നാമത്തെ കവാടം കടന്ന് ചെന്നു. അവിടെ വലിയ ഒരു മനുഷ്യൻ, നല്ല നീളമുള്ള വലിയ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ജിബ്രീൽ പറഞ്ഞു, ഇതാണ് നിൻ്റെ പിതാവ് ആദം, അതുകൊണ്ട് ആദമിനോട് സലാം പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂല് സലാം പറഞ്ഞു. ആദം പ്രതികരിച്ചു, സലാം മടക്കി പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നു സാലിഹ് വൻ നബി സാലിഹ് എന്ന് പറഞ്ഞു. നീതിമാനായ മകൻ, നീതിമാനായ പ്രവാചകൻ. പിന്നീട് രണ്ടാം ആകാശത്തേക്ക് പോയി. അവിടെ ഈസയും യഹ്യയും ഉണ്ടായിരുന്നു. ഈസാ നബിയും യഹ്യ നബിയും ഉണ്ടായിരുന്നു. ജിബ്രീൽ പറഞ്ഞു, ഇത് ഈസയും യഹ്യയുമാണ്, അവരോട് സലാം പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ റസൂല് അവരോട് സലാം പറഞ്ഞു. അവർ സലാം മടക്കി പറഞ്ഞു, മർഹബൻ നീതിമാനായ സഹോദര, നീതിമാനായ പ്രവാചകരെ എന്ന് പ്രതികരിച്ചു. ആദം പ്രതികരിച്ചത് നീതിമാനായ മകൻ എന്നാണ്. ഇവിടെ നീതിമാനായ സഹോദര എന്ന് പ്രതികരിച്ചു. അങ്ങനെ മൂന്നാം ആകാശത്തേക്ക് പോയി. അവിടെ യൂസഫ് അലൈഹിസ്സലാം ഉണ്ടായിരുന്നു, യൂസഫ് നബി ഉണ്ടായിരുന്നു. അവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. യൂസഫ് നബി പറഞ്ഞു, മർഹബൻ നീതിമാനായ സഹോദര, നീതിമാനായ പ്രവാചക എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്, ഞാൻ യൂസഫിനെ കണ്ടപ്പോൾ ലോകത്തെ മുഴുവൻ സൗന്ദര്യത്തിൻ്റെയും പകുതിയോളം യൂസഫിന് നൽകപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അഥവാ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് യൂസഫ് നബിയുടെ സൗന്ദര്യ വർണ്ണന ഉണ്ടാകുന്നത്. പിന്നീട് റസൂൽ നാലാം ആകാശത്തേക്ക് പോയി. അവിടെ ഇദ്രീസ് നബി ഉണ്ടായിരുന്നു. ഇദ്രീസ് നബിയും നീതിമാനായ സഹോദര, നീതിമാനായ പ്രവാചക എന്ന് പ്രതികരിച്ചു. പിന്നീട് അഞ്ചാം ആകാശത്തേക്ക് പോയി. അവിടെ ഹാറൂൻ നബി ഉണ്ടായിരുന്നു. അവിടെയും നീതിമാനായ സഹോദര, നീതിമാനായ പ്രവാചക എന്ന് പ്രതികരിച്ചു. പിന്നീട് ആറാം ആകാശത്തേക്ക് പോയി. അവിടെ വെച്ച് വീണ്ടും മൂസാ നബിയെ കണ്ടു. മൂസ നബിയുടെ രൂപം വീണ്ടും വർണ്ണിച്ചു. ശക്തനായ ഇരുണ്ട നിറത്തിലുള്ള നല്ല ഉയരമുള്ള ഒരു വ്യക്തി. പിന്നീട് ഞാൻ വീണ്ടും ഉയർച്ചയിലേക്ക് പോയി. ആ സമയത്ത് മൂസ കരയാൻ തുടങ്ങി. മൂസാ നബി കരയാൻ തുടങ്ങി. അങ്ങനെ മൂസയോട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കപ്പെട്ടു. അങ്ങനെ മൂസ പറഞ്ഞു, എനിക്ക് ശേഷം വന്ന ഈ ചെറുപ്പക്കാരൻ എൻ്റെ സമുദായത്തെക്കാൾ വലിയ ഒരു സമുദായത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നീട് പ്രവാചകൻ ഏഴാം ആകാശത്തേക്ക് പോയി. അവിടെ വെച്ച് റസൂല് ഇബ്രാഹിം നബിയെ കണ്ടു. ഇബ്രാഹിം നബി ബൈത്തുൽ മഅ്മൂറിലിങ്ങനെ ചാരി ഇരിക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു, ഇത് നിൻ്റെ പിതാവ് ഇബ്രാഹിമാണ്, അവിടത്തേക്ക് സലാം അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സലാം പറഞ്ഞു. ഇബ്രാഹിം നബി ആദം നബി പ്രതികരിച്ച അതേ രീതിയിൽ സലാം മടക്കി പറഞ്ഞു, മർഹബൻ നീതിമാനായ മകൻ ബിൽ ഇബ്നി സാലിഹ് വൻ നബി സാലിഹ്, നീതിമാനായ മകൻ, നീതിമാനായ പ്രവാചകൻ. അദ്ദേഹം ബൈത്തുൽ മഅ്മൂറിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ഈ ഭൂമിയിൽ കാബാലയമുള്ള പോലെ ആകാശലോകത്തുള്ള ഒരു മന്ദിരമാണ് ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സന്ദർശിക്കപ്പെടുന്ന വീട് എന്നർത്ഥം. ആകാശലോകത്തെ കാബയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മന്ദിരം. ഇത് കാബയുടെ നേരെ മുകളിലാണത്രേ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതെങ്ങാനും താഴേക്ക് വീണാൽ അത് നേരെ വന്ന് പതിക്കുന്നത് കാബാലയത്തിൻ്റെ നേരെ മുകളിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിൽ പ്രവേശിക്കും. അവരെ അവിടെ വെച്ച് പ്രാർത്ഥിക്കും, തവാഫ് ചെയ്ത് മടങ്ങും. പിന്നീട് ആ മലക്കുകൾ അങ്ങോട്ടേക്ക് വരികയില്ല. ഇത് സൃഷ്ടിപ്പുണ്ടായ കാലം മുതൽക്കേ ഇത് അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും 70,000-ഓളം മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിൽ വന്ന് തവാഫ് ചെയ്തിട്ട് മടങ്ങും. എല്ലാ ദിവസവും 70,000-ഓളം മലക്കുകൾ വരും. അവർ മുമ്പ് വന്നിട്ടുണ്ടാവുകയില്ല, പിന്നീട് വരികയുമില്ല. ഇത് അന്ത്യനാൾ വരെ ഇത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ്. അവിടെയാണ് ഇബ്രാഹിം നബി ഉള്ളത്. ഇതിൽ ഈ പ്രവാചകന്മാരോട് കൂടിയിരുന്ന് നടത്തുന്ന ഒരു ചർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെവിടെ വെച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദാണ് ഇത് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇസ്രാ വൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഇബ്രാഹിമിനെയും ഈസയെയും മൂസയെയും ഞാൻ കണ്ടു. അങ്ങനെ അവർ അന്ത്യനാൾ എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇബ്രാഹിം നബിയോട് ഞാൻ ചോദിച്ചു, അന്ത്യനാളിനെക്കുറിച്ച് പറഞ്ഞു തരിക. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് മൂസയോട് ചോദിച്ചു. മൂസയും തനിക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിൽ പ്രതികരിച്ചു. പിന്നീട് ഈസയോട് ചോദിച്ചു. അങ്ങനെ ഈസ പറഞ്ഞു, അതിൻ്റെ ഒരടയാളം ആ സമയത്ത് ഞാൻ തിരിച്ചു വരും, ഈസ തിരിച്ചു വരും, ദജ്ജാലിനെ ഞാൻ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞു. ദജ്ജാലിനെ ഞാൻ ഇല്ലായ്മ ചെയ്യും. പിന്നീട് യജൂജ് മജൂജ് വരും. അവർ ഭൂമിയിലെ വെള്ളം മുഴുവൻ കുടിച്ച് വറ്റിക്കും. അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അള്ളാഹു അവരെ നശിപ്പിച്ച് കളയും.
അങ്ങനെ ലോകം മുഴുവൻ അവരുടെ അഴുകിയ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം ഗമിക്കും. അങ്ങനെ ഞാൻ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അള്ളാഹു മഴ പെയ്യിക്കും, ഭൂമി വൃത്തിയാക്കപ്പെടും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അന്ത്യനാൾ സംഭവിക്കാം. അതായത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പോലെ അന്ത്യനാൾ പിന്നീട് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. യജൂജ് മാജൂജ് പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണേലും അന്ത്യനാൾ സംഭവിക്കാം. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഈസൈ പറഞ്ഞത് അത് ഖുർആനിലും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകന്മാർ കൂടിയിരുന്ന് സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ഇസ്രാ വൽ മിഅ്റാജിൻ്റെ രാവിലെ ഇബ്രാഹിം നബിയെ കണ്ടു. അങ്ങനെ ഇബ്രാഹിം നബി പറഞ്ഞു, നിൻ്റെ സമുദായത്തോട് നീ എൻ്റെ സലാം അറിയിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് സ്വർഗത്തിലെ നിലം അത് തരിശായിട്ടുള്ള ഒരു പരന്ന നിലമാണ് എന്ന് പറഞ്ഞു. കൃഷിക്ക് അനുയോജ്യമായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പരന്ന നിലമാണ് അവിടെയുള്ളത് എന്ന് പറഞ്ഞു. അവിടുത്തെ സസ്യങ്ങൾ, തൈകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ആണ് എന്ന് പറഞ്ഞു. അവിടുത്തെ സ്വർഗത്തിലെ തരിശ് ഭൂമിയിലേക്ക് വേണ്ട സസ്യങ്ങൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ആണ് എന്ന് പറഞ്ഞു. നിൻ്റെ സമുദായത്തോട് ഇത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി ഇത് പറയുന്നത്. മറ്റൊരു സംഭവം പറയുന്നത് റസൂല് മാലിക് അലൈഹി ഇസ്ലാമിനെ കാണുന്നതാണ്. മാലിക് എന്ന് പറയുന്നത് നരകത്തെ കാക്കുന്ന മലക്കാണ്. ജിബ്രീൽ പറഞ്ഞു, ഇത് നരകത്തെ കാക്കുന്ന മലക്കാണ്, മാലിക്കാണ്, മാലിക്കിനോട് സലാം അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മാലിക്കിനോട് സലാം പറയാൻ വേണ്ടി റസൂൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് മാലിക് റസൂലിനോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു. അങ്ങനെ റസൂൽ ആ സലാം മടക്കി. പക്ഷെ മാലിക് ഒരിക്കലും പുഞ്ചിരിച്ചില്ല, വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അങ്ങനെ റസൂല് ജിബ്രീലിൻ്റെ അടുത്ത് ചോദിച്ചു, മാലിക് മാത്രം എന്താണ് ഇങ്ങനെ പുഞ്ചിരിക്കാതെ സന്തോഷിക്കാതെ എന്ന് ചോദിച്ചു. അങ്ങനെ ജിബ്രീൽ പറഞ്ഞു, മാലിക് സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇതേവരെ സന്തോഷിച്ചിട്ടില്ല, പുഞ്ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം നരകം കാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ലേ. ജിബ്രീൽ പറഞ്ഞു, മാലിക് ആരോടെങ്കിലും പുഞ്ചിരിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളോട് പുഞ്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മാലിക് ഒരിക്കലും പുഞ്ചിരിച്ചിട്ടില്ല. അങ്ങനെ 7 ആകാശവും കടന്ന് പിന്നീട് റസൂലിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂൽ പറഞ്ഞു, ഞാൻ പിന്നീട് സിദ്റത്തുൽ മുൻതഹ കണ്ടു. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തരത്തിലുള്ള മരമാണ്. ഏറ്റവും അതിർത്തിയിൽ വിശാലമായി പരന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക തരം മരം. അതിൽ വലിയ പഴങ്ങളും നല്ല സുഗന്ധവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾ ആനയുടെ കാതുകൾ പോലെ വലുതായിരുന്നു. അങ്ങനെ ജിബ്രീൽ പറഞ്ഞു, ഇതാണ് സിദ്റത്തുൽ മുൻതഹ. പ്രവാചകൻ പറയുന്നത് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക നിറത്തിലാണ് സിദ്റത്തുൽ മുൻതഹ ഉണ്ടായിരുന്നത് എന്നാണ്. പ്രവാചകൻ്റെ ഈ യാത്രയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് പ്രവാചകൻ അവസാനമായി കാണുന്നതാണ് ഈ മരം സിദ്റത്തുൽ മുൻതഹ. ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ സിദ്റത്തുൽ മുൻതഹയിൽ ആണ് എന്നാണ്. അതുപോലെ ഭൂമിയിലേക്ക് എത്തുന്നത് മുഴുവൻ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് എന്നാണ്. ഈ മരത്തിന് ചുറ്റും സ്വർണ്ണ നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുന്നതോടു കൂടിയിട്ട് റബ്ബിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സൃഷ്ടിപ്പ് പ്രവാചകൻ കണ്ടു കഴിഞ്ഞു എന്നാണ്. ഈ മരത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണനകൾ ഉണ്ട്. സ്ഥിരതയില്ലാത്ത നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മരം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 4 അരുവികൾ ഒഴുകി വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൽ 2 വെളിവാക്കപ്പെട്ട രീതിയിലും 2 മറക്കപ്പെട്ട രീതിയിലും ആണ്. അങ്ങനെ റസൂല് ജിബ്രീലിനോട് ചോദിച്ചു, ഇതെന്താണ്, ഈ നദികൾ എന്താണ് എന്ന് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, ആ മറക്കപ്പെട്ട അരുവികൾ അത് സ്വർഗത്തിലെ അരുവികളാണ് എന്ന് പറഞ്ഞു. അത് ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വെളിവാക്കപ്പെട്ട 2 നദികൾ, അതൊന്ന് നൈൽ നദിയും മറ്റേത് ഫുറാത്ത് നദിയും ആണ് എന്ന് പറഞ്ഞു. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും ആണ് എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള 2 നദികൾ, അതൊന്ന് കൗസറും മറ്റൊന്ന് സൽസബീലും ആണ് എന്നാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം ഈ സിദ്റത്തുൽ മുൻതഹ കണ്ടതിന് ശേഷമാണ് ബൈത്തുൽ മഅ്മൂർ, അവിടെ ഇബ്രാഹിം നബി ചാരിയിരിക്കുന്നതൊക്കെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ജിബ്രീലിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നതായി പറയുന്നുണ്ട്. 600ഓളം ചിറകുകളുള്ള ചക്രവാളം മുഴുവൻ മറച്ചു പിടിക്കുന്ന രീതിയിൽ വലുപ്പമുള്ള ജിബ്രീൽ. 2 പ്രാവശ്യമാണ് ജിബ്രീലിന് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ കണ്ടതായിട്ട് പറയപ്പെടുന്നത്. അതിലൊന്നാണ് ഇത്.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത്, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് റസൂലിന് 3 സമ്മാനങ്ങൾ നൽകപ്പെട്ടു. അതിലൊന്ന് 5 നേരത്തെ നമസ്കാരമാണ്. 2 സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. 3 ആരാണോ നിന്റെ സമുദായത്തിൽ ശിർക്ക് ചെയ്യാതെ റബ്ബിനെ ആരാധിക്കുന്നത് അവരുടെ തെറ്റുകൾ ഏതും പുറത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കത് ലഭിച്ചത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്നാണ്. മറ്റൊരു ഹദീസിൽ ഈ 2 ആയത്തുകൾ ആമന റസൂല് ആരാണോ ഓരോ രാത്രിയിലും ഇത് പാരായണം ചെയ്യുന്നത് അവന് അത് മതിയാകും, അവന് വേറെ ഒന്നിൻ്റെയും ആവശ്യം ഇല്ല എന്നാണ്. അങ്ങനെ പിന്നീട് പരിശുദ്ധ പ്രവാചകൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോവുകയാണ്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്കെത്തി. അവിടെ വചനങ്ങൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അള്ളാഹു ആദ്യം സൃഷ്ടിച്ച ആ കലമിൻ്റെ ശബ്ദം, വചനങ്ങൾ രേഖപ്പെടുത്തുന്ന ശബ്ദം, അതെനിക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു. ഈ ഒരു ഉയർച്ചയിലേക്ക് ജിബ്രീലിൻ്റെ ഒരു സാന്നിധ്യം പറയുന്നില്ല. ഇവിടേക്ക് റസൂൽ തനിച്ചാണ് എത്തുന്നത്. ജിബ്രീൽ സിദ്റത്തുൽ മുൻതഹ വരെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് 50 നേരത്തെ നമസ്കാരം നിയമമാക്കുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു സംഭവം. 50 വക്ത് നമസ്കാരം നിയമമാക്കി. റസൂല് താഴേക്ക് പോയി മൂസ നബിയെ കണ്ടു. മൂസ നബി ചോദിച്ചു, നിൻ്റെ സമുദായത്തിന് വേണ്ടി നിൻ്റെ റബ്ബ് എന്താണ് പറഞ്ഞത്? അങ്ങനെ റസൂല് പറഞ്ഞു, എൻ്റെ സമുദായത്തിന് വേണ്ടി 50 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്താണ് മൂസ നബി പറയുന്നത്, നീ നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക, നിൻ്റെ സമുദായത്തിന് അതൊന്നും ചെയ്യാൻ ഒക്കില്ല, കഴിയില്ല. അതുകൊണ്ട് 50 നേരത്തെ നമസ്കാരം കുറച്ച് തരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ റസൂല് ജിബ്രീലിൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അത് ശരിയാണ് എന്നർത്ഥത്തിൽ ഒരു ആംഗ്യം കാണിച്ചു. അങ്ങനെ റസൂല് തിരിച്ച് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് അടുക്കിലേക്ക് പോയി. ഇവിടെ 5 or 9 തവണ റസൂൽ താഴേക്കും മേലേക്കുമായിട്ട് പോയി വന്നു എന്ന് പറയുന്നുണ്ട്. 5 തവണ എന്നും പറയുന്നുണ്ട്, 9 തവണ എന്നും പറയുന്നുണ്ട്. അങ്ങനെ 5 വക്തുകൾ കുറച്ചതായും 10 വീതം കുറച്ചതായും പറയുന്നുണ്ട്. എന്തായാലും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും മേലേക്കും താഴേക്കുമായിട്ട് പോകുന്നുണ്ട്. ഓരോ തവണയും മൂസ നബി പറയും, നീ നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് തിരികെ പോ, എണ്ണം കുറപ്പിക്ക്, നിൻ്റെ സമുദായത്തിന് ഇത് താങ്ങുകയില്ല എന്ന് പറയും. അങ്ങനെ അവസാനം 5 വക്താക്കി വന്നപ്പോഴും മൂസ നബി പറഞ്ഞു, നീ വീണ്ടും ഇത് കുറപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് ലജ്ജ തോന്നുന്നു, പക്ഷേ എനിക്കിത് മതി, ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയത്താണ് റബ്ബിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിതമാക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ അടിമകൾക്ക് ഭാരം ലഘൂകരിച്ചിരിക്കുന്നു, അവർക്ക് 5 നേരം ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു, പക്ഷേ അവർക്ക് 50 നേരത്തിൻ്റെ പ്രതിഫലം അത് നൽകപ്പെടും എന്നുള്ള ഈ ഒരു അശരീരി ആ ഒരു സമയത്താണ് മുഴങ്ങി കേൾക്കുന്നത്. അങ്ങനെ പിന്നീട് വാനലോകത്ത് നിന്ന് പ്രവാചകൻ താഴേക്ക് വരികയാണ് പടിപടിയായിക്കൊണ്ട്. ഈ ഒരു തിരിച്ചുവരവിലും പല പല സംഭവങ്ങളും നടന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം റസൂല് സ്വർഗത്തിൽ സന്ദർശനം നടത്തിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം സ്വർഗം കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ നരകത്തിലെ ശിക്ഷാ നടപടികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നരകത്തിലെ കടുത്ത ശിക്ഷകളൊക്കെ കണ്ടതായി പറയുന്നുണ്ട്. ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് അവസാനം റസൂല് തിരിച്ച് ജെറൂസലേമിൽ തന്നെ വന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ബുറാക്കിനെ കെട്ടഴിച്ച് തിരിച്ച് മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ മക്കയിൽ തിരിച്ചെത്തി റസൂല് ഉറങ്ങാൻ കിടന്നു. പിന്നീട് ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷമാണ് റസൂൽ ഈ വിവരണങ്ങളൊക്കെ വിവരിക്കുന്നത്. റസൂല് ഹറമിൻ്റെ അടുത്ത് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആളുകളോട് ഈ നടന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് പറയുക എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് അബൂജഹൽ ആ വഴിക്ക് വരുന്നത്. അബൂജഹൽ റസൂലിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, സംഭവിച്ചു, ഇന്നലെ രാത്രി എന്നെ ഇവിടെ നിന്ന് ജെറൂസലേം വരെ കൊണ്ടുപോകപ്പെട്ടു എന്ന് പറഞ്ഞു. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ തിരിച്ചും. അബൂജഹൽ ചോദിച്ചു, ഒരൊറ്റ രാത്രി കൊണ്ട് നീ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തി, ഞങ്ങളുടെ ഇടയിൽ എത്തി എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. മക്കയും ജെറൂസലേമും തമ്മിൽ 1200 കിലോമീറ്റർ ദൂരമുണ്ട്.
അക്കാലത്ത് ആഴ്ചകൾ വേണം പോയി വരാൻ വേണ്ടിയിട്ട്. അതാണ് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നത്. അബൂജഹൽ ചോദിച്ചു, ഞാൻ ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവരട്ടെ, നീ എന്നോട് പറഞ്ഞത് അവരോടും കൂടി ഒന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂജഹൽ പോയിട്ട് ആളുകളൊക്കെ വിളിച്ചു വരുത്തി, ഖുറൈശികളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ റസൂല് ജെറൂസലേമിലേക്ക് പോയതിനെക്കുറിച്ച് അവരോടും പറയുകയാണ്. ഈ മിഅ്റാജിനെക്കുറിച്ച് അവരോട് പറയുന്നില്ല. ഇത് പിന്നീട് മുസ്ലിങ്ങളോട് മാത്രമാണ് പറയുന്നത്, വാനലോകത്തേക്ക് പോയതിനെക്കുറിച്ച്. ഈ ഖുറൈശികൾ റസൂൽ പറയുന്നത് കേട്ടിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത്. ചിലർ തലയിൽ കൈവച്ചങ്ങനെ ഇരുന്നു, ചിലർ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, നീ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുണ്ടെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കൃത്യമായി നീ ഒന്ന് വിവരിച്ച് പറയുക എന്ന് പറഞ്ഞു. ഈ ഒരു വ്യക്തി ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുള്ള ഒരാളാണ്. ഇയാൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് കൃത്യമായി വിവരിച്ച് പറയുക എന്ന് പറഞ്ഞു. റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂല് ഇതിനു മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ പോയതായിട്ടുള്ളൊരു അറിവ് ഇല്ല. അങ്ങനെ റസൂല് ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങളും ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പറയപ്പെടുന്ന ആ സമയത്ത് റസൂലിന് വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് തൻ്റെ മുന്നിൽ കാണിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ അവർ ചോദിച്ചിരുന്ന ഓരോ വിശദാംശങ്ങളും കൃത്യമായി തന്നെ അവർക്ക് റസൂല് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അവർ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് വിവരിച്ച കാര്യത്തിൽ മുഹമ്മദ് പറഞ്ഞത് കൃത്യമാണ് എന്ന് പറഞ്ഞു. പിന്നീട് റസൂൽ പറഞ്ഞു, എനിക്ക് വേറെയും ചില അടയാളങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 യാത്രാ സംഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പരിശുദ്ധ പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കണ്ട 3 കച്ചവട സംഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ യാത്രാ സംഘങ്ങൾ അവർ മക്കയിലേക്ക് തിരിച്ച് വരികയാണ്. അതിലൊരു യാത്രാ സംഘം അവർ ഉടനെ മക്കയിലേക്ക് തിരിച്ചെത്തും. വേറൊരു യാത്രാ സംഘക്കാരെക്കുറിച്ച് പറയുന്നവർക്ക് അവരുടെ ഒരു ഒട്ടകത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. മറ്റൊരു യാത്രാ സംഘത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു വെള്ള ശേഖരമുണ്ട്, വലിയൊരു പാത്രത്തിൽ വെള്ളത്തിൻ്റെ ശേഖരമുണ്ട്, അതിൽ നിന്ന് ഞാൻ കുടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂജഹൽ പറഞ്ഞു, ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അവർ ഉടനെ തന്നെ മക്കയിലെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സമയത്ത് തന്നെ ഈ കച്ചവട സംഘം തിരിച്ച് മക്കയിലെത്തി. അങ്ങനെ അബൂജഹൽ പോയിട്ട് അവരോടായിട്ട് അന്വേഷിച്ചു, പ്രവാചകൻ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരോട് പോയി ഇത് അന്വേഷിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് കൃത്യമാണ് എന്ന് അബൂജഹലിന് മനസ്സിലായി. അങ്ങനെ അബൂജഹൽ പറഞ്ഞു, ഇത് വേറെ ഒന്നുമല്ല, ഇത് സിഹറാണ്, മന്ത്രവാദമാണ് എന്ന് പറഞ്ഞു. ഇത് മുഹമ്മദിൻ്റെ മന്ത്രവാദം മാത്രമാണ് എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഈ ഒരു വാർത്ത അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആരോ പോയിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിൻ്റെ സാഹിബ്, നിൻ്റെ സ്നേഹിതൻ പറയുന്നത് കേട്ടില്ലേ, അവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ജെറൂസലേമിൽ പോയി തിരിച്ച് വന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എൻ്റെ സ്നേഹിതൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു കാരണം കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിന് അസിദ്ദീഖ് എന്നുള്ള ആ ഒരു ലക്കബ്, ആ ഒരു സ്ഥാനപ്പേര് കിട്ടുന്നത് എന്നാണ്. ഇസ്രാ വൽ മിറാജിനെ കുറിച്ച് ഖുർആനിൽ പരാമർശങ്ങളുണ്ട്. ഇസ്രാനെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിലും മിറാജിനെ കുറിച്ച് അന്നജ്മ് സൂറത്തിലുമാണ് ഉള്ളത്. ഇസ്രാ വൽ മിറാജിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഒരു യാത്രയിൽ പരിശുദ്ധ പ്രവാചകൻ തൻ്റെ റബ്ബിനെ കണ്ടോ എന്നുള്ളതാണ്. ഇത് കണ്ടു എന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം റസൂല് റബ്ബിനെ നേരിട്ട് കണ്ടു എന്നാണ്. സഹീഹ് മുസ്ലിമിലുള്ള ഒരു റിപ്പോർട്ടിൽ ആയിഷ ബീബി പറയുന്നുണ്ട്, ആരെങ്കിലും റസൂല് അവൻ്റെ റബ്ബിനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അവൻ കളവ് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് അടക്കമുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ ദർശനം പ്രവാചകന് ഉണ്ടായി എന്നാണ്. അതുപോലെ അബൂദർ ഒരു സമയത്ത് റസൂലിൻ്റെ അടുത്ത് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ റബ്ബിനെ കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടോ എന്ന് റസൂലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞു, എങ്ങനെ കാണാനാണ്, അവിടെ ഒരു മറയുണ്ടായിരുന്നു, വെളിച്ചത്തിൻ്റെ ഒരു ഹിജാബ് ഉണ്ടായിരുന്നു, ഒരു മറയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇസ്രാ വൽ മിറാജിനെ കുറിച്ച് പറയുന്ന മറ്റൊരു തർക്കം, ചർച്ച, പരിശുദ്ധ പ്രവാചകൻ്റെ ഈ ഒരു യാത്ര അതൊരു യഥാർത്ഥ യാത്ര ആയിരുന്നോ എന്നുള്ളതാണ്. ഇതൊരു യഥാർത്ഥ യാത്രയായിരുന്നോ അതോ അതൊരു സ്പിരിച്വൽ ജേണി ആയിരുന്നു, ഒരു ആത്മീയ യാത്രയായിരുന്നോ എന്നുള്ളതാണ്. താബീങ്ങളുടെ കാലത്ത് പോലും പ്രവാചകൻ്റെ ഈ ഒരു യാത്ര ഇതൊരു ദൈവീക സ്വപ്ന ദർശനം മാത്രമാണ് എന്ന് പറയുന്ന താബീങ്ങളുണ്ടായിരുന്നു.
അതായത് യഥാർത്ഥത്തിൽ പ്രവാചകൻ യാത്ര ചെയ്ത് പോയിട്ടില്ല എന്നാണ്. അത് മാറ്റി നിർത്തിയാൽ ബഹുഭൂരിഭാഗം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായത്തിൽ പ്രവാചകൻ്റെ ഈ ഒരു യാത്ര അത് ശരീരവും മനസ്സും ഒരുപോലെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഇസ്രാ വൽ മിഅ്റാജിനെ കുറിച്ച് പറയാനുള്ളത്.